CPIM നേതാവ് KK രാഗേഷിനെ പുകഴ്ത്തിയുള്ള കുറിപ്പിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ വീണ്ടും വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ. ഉദ്യോഗസ്ഥർക്ക് മിനിമം യോഗ്യത ഔചിത്യമാകണമെന്ന മുതിർന്ന നേതാവ് VM സുധീരൻ വിമർശിച്ചു. അങ്ങനെയൊന്നില്ലെങ്കിൽ മറ്റെന്ത് പറയാനാണെന്നും VM സുധീരൻ ചോദിച്ചു. K മുരളീധരന്റെ വിമർശനത്തിന് മറുപടിയുമായി ദിവ്യ എസ് അയ്യരും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ആദ്യം നമുക്ക് VM സുധീരന്റെ പ്രതികരണം കേൾക്കാം. ഔചിത്യം എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അത് ഭരണാധികാരികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ്. ഒരു മിനിമം യോഗ്യതയാണ് ഔചിത്യം എന്ന് പറയുന്നത്. ഔചിത്യരഹിതമായി ആര് പ്രവർത്തിച്ചാലും അതിന് ഒരു ന്യായീകരണവുമില്ല. അത്രമാത്രമേ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നു. റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി. റിനു, ഒരു ഭാഗത്ത് CPIM നേതാക്കൾ ദിവ്യ എസ് അയ്യർക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുമ്പോൾ മറുഭാഗത്ത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഔചിത്യമില്ല ദിവ്യയ്ക്ക് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വരികയാണ്. നമ്മൾ ഇന്നലെ ദിവ്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും കണ്ടിരുന്നതാണ്. താൻ ആരെയും പതപ്പിക്കുകയല്ല, ജീവിതപാതയിലാണ് എന്നൊക്കെ തന്നെയായിരുന്നു ദിവ്യയുടെ മറുപടി. ദിവ്യയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ പൊതുവായൊരു നിലപാട് ദിവ്യക്കെതിരെ തന്നെയാണല്ലേ? തീർച്ചയായും വിനീത, എന്തായാലും KK രാഗേഷ് കണ്ണൂർ CPIMന്റെ ജില്ലാ സെക്രട്ടറി ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ളൊരു പിന്തുണയാണ് അല്ലെങ്കിൽ ഒരു ആശംസയാണ് ദിവ്യ എസ് അയ്യർ IAS നടത്തിയത് എന്നുള്ളത് നമുക്കറിയാം. കർണല് പോലും അസൂയ തോന്നത്തക്ക വിധത്തിലാണ് മുഖ്യമന്ത്രിക്ക് KK രാഗേഷ് കവചം തീർത്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു വാക്യമെന്ന് പറയുന്നത്. ഇതിൽ വലിയ വിമർശനവുമായി കണ്ണൂരിൽ നിന്ന് തന്നെ ആദ്യം കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് പ്രതികരണവുമായി എത്തിയതെങ്കിൽ ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ സമരപ്പന്തൽ സന്ദർശനത്തിന് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പ്രതികരിച്ചത്. ഉദ്യോഗസ്ഥർക്ക് മിനിമം യോഗ്യത ഔചിത്യമാകണം എന്നുള്ളതാണ്, അത് ജനപ്രതിനിധികൾക്കും ബാധകമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം അങ്ങനെ ഒന്നില്ലെങ്കിൽ എന്ത് പറയാനാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ദിവ്യ എസ് അയ്യർക്കെതിരെയുള്ള ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തൊട്ടു പിന്നാലെ ഈ സമരപ്പന്തലിലേക്ക് എത്തിയ രമേശ് ചെന്നിത്തലയോടും പ്രതികരണങ്ങൾ തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. ആ വിഷയത്തെക്കുറിച്ച് തനിക്ക് പ്രതികരിക്കാൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എല്ലാം അവരവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും വലിയ പിന്തുണ CPIMന്റെ ഭാഗത്ത് നിന്ന്, CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ദിവ്യ എസ് അയ്യർക്ക് ലഭിക്കുമ്പോൾ ഇപ്പുറത്ത് ഭർത്താവായ ശബരിനാഥിന്റെ പാർട്ടിയിൽ നിന്ന്, മുതിർന്ന നേതാക്കളിൽ നിന്ന് വലിയ വിമർശനം തന്നെയാണ് ദിവ്യ എസ് അയ്യർക്ക് നേരിടേണ്ടി വരുന്നത്. വിനീത, ശരി. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകി.